കാസർഗോഡ് BLOയ്ക്ക് നേരെ അതിക്രമവും അസഭ്യവും നടത്തിയതിൽ കേസെടുത്ത് പോലീസ്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ആദൂർ പോലീസ് കേസെടുത്തത്. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ജോസഫ്, ഈ BLOമാരുടെ മാനസിക സംഘർഷവും ഒക്കെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിനിടയിൽ ഇത്തരത്തിലുള്ളൊരു ഭീഷണിയൊക്കെ BLOമാർ നേരിടുകയാണെങ്കിൽ അത് വലിയ കഷ്ടം തന്നെയാണ്. എന്തായാലും എന്താണ് ഈ സംഭവം, അതോടൊപ്പം നിലവിൽ ഈ സംഭവത്തെ തുടർന്ന് അല്ലെങ്കിൽ ഈ സംഭവത്തെ സംബന്ധിച്ച് സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ് ജോസഫ്? കാളിദാസ്, ഇന്നലെ ഉച്ചയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പയറടുക്കയിലെ BLO ഓഫീസറായ P. അജിത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഈ ദേലമ്പാടി പഞ്ചായത്ത് 8ാം വാർഡ് മെമ്പറും CPM ലോക്കൽ സെക്രട്ടറിയുമായിട്ടുള്ള A. സുരേന്ദ്രനാണ് ഇത്തരത്തിൽ BLOനെ ആക്രമിച്ചത്. ഈ ഫോം വിതരണവുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് ഫോം കിട്ടിയിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടൊരു തർക്കമാണ് അക്രമത്തിനും അസഭ്യവർഷത്തിനും കാരണമെന്നാണ് ഇപ്പോൾ ഈ പരാതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ BLO P. അജിത്ത് ഇത്തരത്തിൽ ജില്ലാ കളക്ടർക്ക് ഈ പരാതി നൽകിയിരുന്നു. അതിന് പിന്നാലെ ഇലക്ഷൻ കമ്മീഷൻ ഈ വിഷയത്തിൽ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടറോടും പോലീസിനോടും ആവശ്യപ്പെടുകയായിരുന്നു. ഇന്നലെ രാത്രി 8 മണിയോടുകൂടി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്തു. FIR രജിസ്റ്റർ ചെയ്തതിന് ശേഷം തന്നെ അദ്ദേഹത്തെ പിടികൂടി ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. 16 ദിവസത്തേക്കാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കാളിദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ സമ്മർദ്ദങ്ങളിലൂടെയാണ് BLOമാർ ജോലി ചെയ്യുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു അതിക്രമം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദേലമ്പാടി പഞ്ചായത്ത് 8ാം വാർഡ് മെമ്പറും CPMന്റെ ലോക്കൽ സെക്രട്ടറിയുമായിട്ടുള്ള A. സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ മോശം അനുഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും സംഭവത്തിൽ ആദൂർ പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഇയാളെ പിടികൂടി കോടതിയിൽ ഹാജരാക്കി 16 ദിവസത്തേക്കാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. 5 വർഷം കഠിന തടവ് വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇയാളുടെ പേരിൽ ചുമത്തിയിട്ടുള്ളത്. എന്തായാലും ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കർശന നിർദ്ദേശം ജില്ലാ കളക്ടർക്ക് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എത്രയും വേഗം ഇത്തരത്തിൽ ജാമ്യം പോലും അനുവദിക്കാതെ ഇയാളെ പിടികൂടി ഇത്തരത്തിൽ 16 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇത് മറ്റുള്ളവർക്കും ഒരു പാഠമാകട്ടെ എന്നൊരു മെസ്സേജ് കൂടി, ഒരു സന്ദേശം കൂടിയാണ് ഇതിലൂടെ പങ്കുവെക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നേരിട്ട് ഇടപെട്ടിരിക്കുന്നു. കർശനമായ നടപടി സ്വീകരിക്കാൻ BLOമാർക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ ത്വരിതഗതിയിൽ തന്നെ തീരുമാനമെടുക്കാനാണ് ഇപ്പോൾ ജില്ലാ കളക്ടർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. CPMന്റെ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള A. സുരേന്ദ്രനെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. കളിതാണ്. ശരി ജോസഫ്, വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്നും ജോസഫ് അഗസ്റ്റിന്.